ഹുദ്ഹുദിനോട് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എവിടെ പോയതാണ്? എന്നോട് ചോദിക്കാൻ എന്തിനാ പോയത്? അപ്പൊ പറഞ്ഞു, രാജാവേ, ഞാൻ വരുന്നത് സബ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൽ നിന്നാണ്. അവിടെ ഞാൻ ഒരു സ്ത്രീയെ കണ്ടു, ഒരു രാജ്ഞിയെ. സമ്പത്ത് ഒരുപാട് നൽകപ്പെട്ട ഒരു പെണ്ണ്. ഒരു വലിയ മനോഹരമായ സിംഹാസനവും ആ പെണ്ണിനുണ്ട്. ദുനിയാവിന്റെ ചുറ്റുപാടെല്ലാം പറഞ്ഞു. ഹുദ്ഹുദ് അവിടെ കണ്ട സബഇന്റെ രാജ്ഞിയുടെ ദുനിയാവിലെ ഭൗതിക ചുറ്റുപാടൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ. സുലൈമാൻ നബി അറിയുന്നില്ല. ഹുദ്ഹുദ് എന്ന് പറയുന്നവരെ സുലൈമാൻ എന്ന നബിക്ക് ഈ സംഗതി ഒന്നും അറിയുന്നില്ല. കാരണം ഗൈബ് അള്ളാഹു അല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല. പക്ഷെ നബിയെ, എനിക്കൊരു വലിയ സങ്കടം വന്നു, വലിയ വിഷമമുണ്ടായി. وجدتها وقومها يسجدون للشمس من دون الله. ഞാൻ നോക്കുമ്പം ആ സബഇന്റെ രാജ്ഞിയും അവരുടെ ആൾക്കാരും അല്ലാഹുവിനെ മാറ്റിവെച്ച് സൂര്യന് സുജൂദ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്ലാ യസ്ജുദൂനില്ലാഹ്, അല്ലാഹ്ക്കല്ലേ അവരെ സുജൂദ് ചെയ്യേണ്ടത്? അല്ലാഹല്ലേ അവരെ പടച്ചത്? പിന്നെന്തിനാ അവര് സൂര്യന് സുജൂദ് ചെയ്യുന്നത്? സുലൈമാൻ നബിയുടെ മുന്നിൽ ഹുദ്ഹുദ് എന്ന പക്ഷി മനസ്സിന്റെ വിഷമം വെച്ചു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുവഹിദുകളെ, ആളുകൾ ശിർക്കിലേക്ക് പോകുന്നത് കണ്ടിട്ട് നമ്മുടെ മനസ്സിലും ആ ഒരു വിഷമം വരുന്നില്ലെങ്കിൽ അത് അപകടത്തിന്റെ സൂചനയാണ്. ഒരു പക്ഷിക്കുണ്ടായ ആ വിഷമം ആ പക്ഷി മറ്റുള്ളവരോട് പോയിട്ട് പറയാൻ പറ്റൂല. സുലൈമാൻ നബിക്ക് വർത്താനം പറയുമ്പോൾ തിരിയും. അല്ലാഹു കൊടുത്ത മുഅ്ജിസത്താണ്. അതുകൊണ്ട് സുലൈമാൻ അടുത്ത് പോയിട്ട് പറഞ്ഞത് അലൈഹിസ്സലാത്തു വസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ അടുത്ത നടപടികൾ സ്വീകരിച്ചു. ആ നടപടി എവിടെ എത്തിയെന്നറിയോ? കുറെ കഴിഞ്ഞപ്പം ഖാലത്ത് റബ്ബി ഇന്നി ളലംതു നഫ്സി വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ, ഞാൻ എന്റെ നഫ്സിനോട് ദുൽമ ചെയ്തു പോയി. എനിക്ക് ഇപ്പോഴാ കാര്യം മനസ്സിലായത്. ഞാനിതാ എല്ലാം ഒഴിവാക്കുന്നു. സുലൈമാനോടൊപ്പം റബ്ബുൽ ആലമീൻ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. സബഇന്റെ രാജ്ഞിയും ആൾക്കാരും ഹിദായത്തിലേക്ക് വരാനുള്ള കാരണക്കാരൻ ഹുദ്ഹുദാണ്.